ഇതാണ് ബബിൾ ഹൗസ്. ഇതിലൊരു ദിവസം അന്തി ഉറങ്ങാൻ അതെ ഒരു 10 റുപ്യ, ഒരു 10,000 റുപ്യ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉറങ്ങുക എന്നുള്ളത് ഒരു അഭിലാഷമായി മാറും. കാരണം വെച്ചാൽ ഇതുപോലെ ഒരു ബബിൾ ഹൗസ് വയനാട് വേറെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചൊരു വ്യക്തിയാണ്, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ട്രാൻസ്പെറന്റ് ആണ് സർ. അതുപോലെ ടവർ AC ആണ്, അത് വാർഡ്രോബ്, ലൈറ്റ്സ്, അത് അവിടെ വീണ്ടും 2 ഡിവിഷൻ, ഒന്ന് ടബ്, ഐ മീൻ സിങ്ക്, പിന്നെ അപ്പുറത്ത് ബാത്റൂം, യൂറോപ്യൻ ക്ലോസറ്റ്, ഇവിടെ ഒരു സിറ്റ് ഔട്ട്, അങ്ങനെ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കൊച്ചു വീടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ സുഹൃത്തുക്കളെ, ബബിൾ ഹൗസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലല്ലോ, അതൊന്ന് കാണിച്ചെടുത്ത് തരാം. നമ്മൾ ഇതിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഓഹോ, നോക്കൂ നിങ്ങൾ, വിശാലമായ ബബിൾ ഹൗസ്. എന്താ ഭംഗി! ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാഴ്ചകളും ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ നോക്കൂ നിങ്ങൾ, പുറമെ ആ മൊത്തത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അതെ അതെ, ഇവിടെ കിടക്കുമ്പോൾ തന്നെ 10, 20 ഒരു മാസം അല്ലെങ്കിൽ ഒരു ദിവസം 10,000 എന്നല്ല, നമുക്ക് 20 കൊടുക്കാൻ തോന്നും. ഭയങ്കര കൂളിങ്ങും ഭയങ്കര AC ആണ് നിൽക്കുന്നത്. അടിപൊളി സെറ്റായിട്ട് എല്ലാം കൊണ്ടും വാർഡ്രോബ് ഉണ്ട് സർ. ഇതിപ്പോ ഇങ്ങ് വാ, എനിക്ക് ഇവരോട് കാര്യം പറയാണ്ടല്ലോ. സത്യത്തിൽ ഇത് മേപ്പാടിക്ക് കിട്ടിയത് നിങ്ങൾക്കൊരു അനുഗ്രഹം. തീർച്ചയായിട്ടും. കാരണം സാറ് ഇവിടെ വരുന്നതും ഈ സംരംഭം സാറ് ഏറ്റെടുത്തതും അതിൽ വലിയ സന്തോഷം ഉള്ള ആളാണ് ഞങ്ങളൊക്കെ. കാരണം ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഇതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളും ഗുണങ്ങളുമുണ്ട് എന്നുള്ളത് തന്നെ അറിയാം. ഇപ്പൊ 2 ദിവസം മുമ്പ് ഈ എസ്റ്റേറ്റില് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് അവരുടെ കുട്ടികൾക്ക് പഠനോപകരണം വിതരണം ചെയ്തുകൊണ്ട് സാറ് മാതൃക കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പ്രദേശത്തുള്ള ഈ 1000 ഏക്കർ സ്ഥലം സാർ എടുത്തതോടുകൂടി ആളുകൾക്കൊക്കെ വളരെ ആശങ്ക ഉണ്ടായിരുന്നു. ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, ഞങ്ങളെ ജോലി നഷ്ടപ്പെടുമോ, എങ്ങനെയൊക്കെയുള്ള ആശങ്ക ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു ആശങ്കപ്പെടേണ്ടതില്ല. ഓരോ പടിയും ആ സാറ് തൊഴിലാളികളോട് കൂടെ, പാവങ്ങളെ കൂടെ ആണ് എന്നത് ഈ 2 ദിവസം മുമ്പ് തന്നെ സാർ ഇവിടെ തെളിയിച്ചിട്ടുണ്ട്. അങ്ങനെ നല്ല കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന ബോച്ചോ സാറിന് വേണ്ടി എല്ലാവിധ പിന്തുണയും മാനസികമായും വേണ്ടുന്ന രൂപത്തിലൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം എന്നാണ് പ്രദേശവാസി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ഇതിന്റെ കൺസെപ്റ്റ് ട്രാൻസ്പെറന്റ് ആണെങ്കിലും നമ്മൾ പ്രൈവസിക്ക് വേണ്ടിയിട്ട് നമുക്ക് 360 ഡിഗ്രിയിൽ കർട്ടൻ കണക്ട് ചെയ്തിട്ടുണ്ട്, ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് സ്ലീപ്പിംഗ് അവേഴ്സ്, നൈറ്റ് നമുക്ക് വേണ്ടാത്ത സമയത്ത് ഇതിങ്ങനെ കവർ ചെയ്യാം. അതെ, പ്രൈവസിക്ക് വേണ്ടിയിട്ട്. പിന്നെ മുകൾ ഭാഗം നമ്മൾ ഒരിക്കലും നൈറ്റ് സ്റ്റേയിൽ കവർ ചെയ്യില്ല. അത് നമ്മൾ ഓപ്പൺ സ്കൈ കാണണം എന്നുള്ളതാണ്. മൂണും സ്റ്റാറും ഒക്കെ നമ്മളൊരു ഗാലക്സി അടുത്ത് പോയി നമ്മൾ